നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് നാളായിട്ട് കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഈ CPO പോലീസ് പരീക്ഷയുടെ സിലബസ് വെച്ചിട്ട് അതിൻ്റെ ഹോട്ട് ടോപ്പിക്സ് വച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാളത്തായി ഈ ഒരു 2019 തൊട്ട് ഇതുവരെ നടന്ന CPO പരീക്ഷകൾ ഒരുപാടുണ്ടല്ലോ. കാരണം പ്രിലിംസ് മെയിൻസ് നടന്ന ഒരു സെക്ഷൻ ഉണ്ട്, അല്ലാത്ത മുമ്പ് നടന്ന സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാത്ത സെക്ഷൻ ഉണ്ട്, അതിനുശേഷം നടന്ന പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും വേർഷൻസ് നടന്ന CPO പരീക്ഷകളുണ്ട്. അതിലൊക്കെ കട്ട് ഓഫ് കുറച്ച് കൂടി. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഈ പ്രിലിംസ് മെയിൻസ് നടന്നു വന്ന കുട്ടികൾ എഴുതിയ പരീക്ഷയല്ല നിങ്ങളിപ്പോൾ എഴുതുന്നത്, ഡയറക്റ്റ് CPO പരീക്ഷ എഴുതുന്നത്. അത് അന്ന് നടന്ന പരീക്ഷയുടെ കാഠിന്യ ലെവലിലല്ല ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മുമ്പ് നടന്ന മെയിൻസ് പരീക്ഷ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, അന്ന് നടന്ന പരീക്ഷ തന്നെയാണ് ഏറ്റവും പാട്. കാരണം അതിൽ അത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ടോപ്പിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കുറേ പ്രീവിയസ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുറേ നാളുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതൽ എഴുതുന്നത്. അതൊക്കെ കൊണ്ടാണ് കട്ട് ഓഫ് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ ആവശ്യപ്പെട്ട ആ രീതിയിലുള്ള വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു മാർക്ക് ഡിവിഷൻ എന്നൊരു കാര്യമാണ് ഫസ്റ്റ് ഇതിൽ നോക്കേണ്ടത്. GK എന്ന് പറയുന്ന ഭാഗത്തിന്, GK എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ നോളജിൻ്റെ എല്ലാ ഭാഗങ്ങളും, കറണ്ട് അഫെയേഴ്സ്, പിന്നെ സയൻസ് ഭാഗം കൂടെ ചേർത്താണ്. അതിലുള്ള ഡിവിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഡിവിഷനിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും അതിലുള്ള വ്യത്യാസമാണ് ഈ ഓരോ ഡിവിഷൻ വൈസുള്ള ഈ ഒരു ടോപ്പിക്ക്. അതായത് ഇത്രയും ടോപ്പിക്ക്, ഈ ടോപ്പിക്കുകളെല്ലാം കൂടെ ചേർത്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ഒരു 50 മാർക്കിൻ്റെ സെക്ഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ ഒരു 50 മാർക്കിൻ്റെ ചോദ്യം വരുന്നത്. ഈ ഒരു ഭാഗത്താണ് 50. ഇവിടെ നമ്മൾ സ്കോർ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്, കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ ഉണ്ട്, ഈ ഒരു മേഖലയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. കാരണം 10, 10, 10, 30, 20. ഇതാണ് നിങ്ങൾക്ക് ഈ 50 മാർക്കിൻ്റെ GK സെക്ഷൻ പഠിക്കുന്നതിനേക്കാൾ വളരെ അത് പഠിക്കുന്ന 1/3 സമയം പോലും വേണ്ട ഇത് ക്ലിയർ ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സാധനം 20 മാർക്കിനുണ്ട്. അത് ഒരു 100ഓളം പേജസ് അല്ലെങ്കിൽ ഒരു 150ഓളം പേജസേ പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് എത്ര പഠിച്ചാലും മറന്നു പോകുന്നൊരു സെക്ഷനാണ്. സോ ഈ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ വായിച്ച് പഠിക്കുന്നതിലൂടെ BNSഉം BNSSഉം BSAയും അതാണ് പുതുക്കിയ മാറ്റമുള്ളത്. ബാക്കിയൊന്നും മാറിയിട്ടില്ല. ഇത് പഠിക്കുന്നതിനോടൊപ്പം അത് റിവിഷന് വേണ്ടി അവസാന കാലത്തേക്ക് കൂടുതൽ സമയം എടുക്കേണ്ടതായിട്ട് വരും. പരീക്ഷ അടുക്കുന്ന മാസങ്ങളിൽ കൂടുതൽ ടൈം കൊടുക്കണം. ഇനി ഇവിടെ തൊട്ട് ഞാൻ ആനുകാലികം പറയുന്നില്ല. ഓക്കെ, അത് പറയാം, തുടർന്നങ്ങോട്ട് പറയാം. അപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്, ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉറപ്പായി നിങ്ങൾ ഒരു 18 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ജോലിയിൽ പിന്നെ ആവശ്യമുള്ള സാധനം തന്നെയാണ്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുക. മലയാളം എന്ന് പറയുന്ന പ്രാദേശിക ഭാഷയിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു 3 സാധനം പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് PYQ ആണ്. ഈ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഗണിതമായാലും. അതിൽ എല്ലാവരും പറയും SCRT ഫാക്റ്റ് പഠിക്കണം എന്നൊക്കെ പറയും. അത് കുറച്ച് വൈഡാണ്. ഇതൊക്കെ പ്രീവിയസൊക്കെ നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പുറകെ പോകാവൂ. ഓക്കെ, ചിലപ്പോൾ അത് ചോദിച്ചിട്ടില്ലെന്നും ഇരിക്കും. പുതിയ ടെസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് ഒരുപാട്, അല്ലേ? സോ PYQ എന്ന് പറയുന്നത് റീസെൻറ്റ് PYQ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. അതായത് ഇപ്പോൾ അടുത്തിടെ ചോദിച്ച PYQകൾ. ഇനി നിങ്ങളുടെ ആവശ്യപ്രകാരം നമുക്ക് ഈ ചോദിക്കുന്ന ഏരിയാസ് മനസ്സിലാക്കി ഒന്ന് പോവാം. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് ചരിത്രം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ഇത് 5 മാർക്കിന് ഇത്രയും ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ യൂറോപ്യന്മാരുടെ വരവ് കേരളത്തിൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻസ് ഞാൻ പറയാം. ഇത് സാധാരണ വരുന്നത് ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 1, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 1, ഇവിടെ നിന്ന് 2. ഈ മോഡലിലാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും നീ കേരള ചരിത്രത്തിൽ നിന്ന് 2 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് 2 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ നിന്ന് 2 മാർക്ക് ചോദിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ലോക ചരിത്രമാണ് ഏറ്റവും ചെറുത്. ബാക്കി 2ഉം കുറച്ച് വൈഡ് ടോപ്പിക്കാണ്, ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ. സോ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഹോട്ട് ടോപ്പിക്സ് ഞാൻ പച്ച വെച്ച് തന്നെ മാർക്ക് ചെയ്ത് തരാം. ഇതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഈ 2ാം ലോക മഹായുദ്ധം വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ എന്ന് മാത്രം.
സത്യം പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ അറ്റ്ലീസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഏരിയ. കാരണം കൂടുതലും ഇതിൽ നിന്ന് 1 മാർക്കിനാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ ഈ വിപ്ലവങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. ഒന്നിൽ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇനി ഞാൻ ഇതിലൊരു ഹോട്ടായിട്ടൊരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാം. ഈ ചൈനീസ് വിപ്ലവത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത. കാരണം അതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. വരാറുണ്ട്, ഒരുപാട് പരീക്ഷകൾ നടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. കാരണം മെയിനായിട്ട് അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കൊള്ളാമായിരിക്കും. അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നു. ഇനി ഞാൻ ഇവിടെ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു, എന്നാലും ആ വെട്ടിക്കളയുന്നതിൻ്റെ ഒരു അപാകത കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പഠിക്കാൻ ഏറ്റവും ടഫ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമാണ്. ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടന, ഇത് ഒരുപാടുണ്ട്. എത്ര പഠിച്ചാലും തലയിരിക്കാൻ പാടുള്ള കാര്യമാണ്. ഇപ്പോൾ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയും ഒട്ടും ഒഴിച്ചുകൂടാതെ നിങ്ങൾക്കൊരു ഷുവർട്ടി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ചൈനീസ് വിപ്ലവമായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് 1ാം സ്വാതന്ത്ര്യ സമരം. ഇതിൽ ഏതാണ് ചോദിക്കുന്നത് വെച്ചാൽ ആൾക്കാർ എവിടെയൊക്കെ നയിച്ചു എന്നൊരു കാര്യം പഠിച്ചു വെച്ചിരുന്നത്. 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ആൾക്കാർ എവിടെയൊക്കെയാണ് നയിച്ചു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും ചോദിക്കും. അത് ഓരോ ആൾക്കാർ നേതാക്കന്മാർ ഏതൊക്കെ സ്ഥലത്താണ് നയിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചൈനീസ് വിപ്ലവം ടെക്ക് ചെയ്ത പോലെ ഇവിടെ നമുക്കിത് ഈ ഒരു ഭാഗം ഹോട്ട് ടോപ്പിക്കാണെന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, ചോദിക്കാൻ കൊള്ളാം. പിന്നെ സ്കൂൾ ടെസ്റ്റിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ വർത്തമാന പത്രങ്ങളിൽ നിന്ന് ഒരു ചേരുംപടി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഇത്ര മാത്രമാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബാക്കിയൊക്കെ റീസെൻ്റ്ലി വന്നുകൊണ്ടിരിക്കാൻ സാധ്യത കുറഞ്ഞ ഏരിയകളാണ്. ഏറ്റവും നമ്മളിവിടെ തീർച്ചയായിട്ടും ഹോട്ട് ടോപ്പിക്ക് മാത്രം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത് മാത്രം പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ട് ഒരു രാജാവിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം പൂർണ്ണമായിട്ട് പഠിച്ചിരുന്ന അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനമൊക്കെ സ്കൂൾ ടെസ്റ്റിലുള്ളത് കൊണ്ട് അതൊക്കെ ചോദിക്കാം. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ളതാണ് ഞാൻ ഹോട്ട് ടോപ്പിക്കിൽ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാനും പറ്റും. കാരണം ഇത് 5 മാർക്കിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ ഈ 3 ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 5-ൽ 3 കിട്ടും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5-ൽ 5 പഠിക്കാം. അങ്ങനെയൊക്കെ ഒരു സാധ്യതകൾ പറയുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ കണ്ണിങ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രത്തിൽ സാധാരണ ചോദിക്കാറുള്ളത് ഈ ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്ന ഭാഗം പഠിക്കുകയേ വേണ്ട. കാരണം അങ്ങനെ ഒരു ചോദ്യം അതിൽ നിന്ന് വരാൻ വളരെ സാധ്യത കുറവാണ്. ഇത് വളരെ ഹോട്ട് ടോപ്പിക്കായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഭൂമിയുടെ ഘടന ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അതേപോലെ അന്തരീക്ഷം, പാറകൾ, ശിലകൾ, അതാണ് പാറകൾ വരുന്നത്. ഇനി ഭൗമോപരിതലം, കാറ്റ്, താപനിലയും ഋതുക്കളും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഈ മാപ്പുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ്. മഹാസമുദ്രങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. പിന്നെ കുറച്ച് സ്കൂൾ ടെസ്റ്റിന് ഊന്നി ചോദിക്കണമെങ്കിൽ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്ര ചലനങ്ങൾ എന്ന് പറയുന്ന ഏരിയ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഏരിയ. ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ സാധാരണ ചോദിക്കാറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഭൂപ്രകൃതി തന്നെയാണ്. അതായത് സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ, അതിൻ്റെ പുറകെ ഒരിക്കലും പോകാൻ പറ്റുന്ന ഒരു സമയമല്ല ഈ ഒരു മെയിൻ പരീക്ഷ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നദികളും, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ. പിന്നെ അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റോഡ്, റെയിൽ, അതിൽ ജലഗതാഗതം ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയയാണ് ജലഗതാഗതം. റോഡ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിലേ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിൽ ഈ റോഡ് പഠിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലൂടെയുള്ളത് ഉറപ്പായും പഠിച്ചിരിക്കണം. ഇനി അതേപോലെ ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്, അതാണ് ഈ ധാതുക്കളും വ്യവസായവും. ഏതൊക്കെ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്, മാംഗനീസ് എവിടെയാണ്, ബോക്സൈറ്റ് നിക്ഷേപം എവിടെയാണ് കണ്ടുവരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതും സ്കൂൾ ടെസ്റ്റിലുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി പൂർണ്ണമായി SCERTയെ ബേസ് ചെയ്ത് പഠിക്കാം. അതായത് SCERT ടോപ്പിക്കിൽ വരുന്നത് മാത്രം പഠിച്ച് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ 2-2-1 അല്ലെങ്കിൽ 2-1-2 ഇങ്ങനെയൊക്കെ മാറി തിരിഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും.
ഇനി ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വരുന്ന പരീക്ഷകളുടെ ഒരു ക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയതാണ്. 5 മാർക്കെന്ന് പറഞ്ഞിട്ട് അവർ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വേരിയേഷൻസ് വരാം. അപ്പോൾ 5 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭൂമിശാസ്ത്രം സ്കിപ്പ് ചെയ്യരുത്. ഇനി കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ ഫസ്റ്റ് ഈ കേരളവും ഇന്ത്യയും നിങ്ങൾക്ക് SCERT ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കാരണം SCERT ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം, അതാണ് അതിൻ്റെ ഭൂപ്രകൃതിയിൽ വരുന്നത്. അത് ഉറപ്പായും ചോദിക്കുന്ന ഏരിയയാണ്. ജില്ലകളും സവിശേഷതയൊന്നും പഠിക്കണ്ട, അതിനൊന്നും സമയമില്ല. അപ്പോൾ അതൊക്കെ പരിപൂർണമായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട ഏരിയയാണ്. നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാലാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ പഠിക്കേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ജലം, അതേപോലെ റെയിൽ, റോഡ്, ഇത്രയും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വ്യോമ ഗതാഗത സംവിധാനം അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, കുറവാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ഇത് വെച്ച് നമുക്കിത് കുറയ്ക്കാൻ പറ്റി. വന്യജീവി എന്ന് പറയുന്ന ഏരിയ നമുക്ക് വരാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് അതിലുള്ള വന്യജീവി സങ്കേതങ്ങളുടെ ക്വസ്റ്റ്യനും അതുപോലെ നാഷണൽ പാർക്കുകളുമാണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ ബയോളജിയിൽ ഡീറ്റെയിലായിട്ട് പഠിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ധനതത്വശാസ്ത്രം 5 മാർക്കിൻ്റെ ഏരിയ. ഇത് പൂർണ്ണമായും വരുന്നത് +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. SCERT നിന്നും വരാറുണ്ട്. NCERT ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ പണ്ടൊക്കെ ഘോരമായിട്ട് വീഡിയോസ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി എന്നുള്ള ക്വസ്റ്റ്യൻസാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതൊക്കെ ഇതിൻ്റെ ആഫ്റ്ററായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഉറപ്പിച്ചായിട്ട് ഞാൻ ഹോട്ട് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പഞ്ചവത്സര പദ്ധതി ഇത്തവണ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. കാര്യം അത് കഴിഞ്ഞതിനൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. RBI ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വരും. പിന്നെ കാർഷിക വിളകൾ പഠിച്ചിരിക്കണം. ഹരിത വിപ്ലവം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു 5ൽ ഒരു 3 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഉറപ്പിച്ച് സ്കോർ ചെയ്യണമെങ്കിൽ ഇത് പഠിക്കണം. കുറച്ച് ടഫാണ്. യൂട്യൂബ് ക്ലാസ്സസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കുറച്ച് പഠിക്കാൻ പറ്റും. യു ആർ ഡീലിംഗ് വിത്ത് എ റോങ് പേഴ്സൺ എന്ന് മാർക്കോ സിനിമയിൽ പറയുന്ന പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഭരണഘടന. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 8 മാർക്ക് ചോദിച്ചിരിക്കും. ഒന്നുപോലും ഇതിൽ മാറ്റമില്ല. ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ടോ, നത്തിങ് ടു സ്കിപ്പ് ദിസ് ഏരിയ. ഫുൾ റിയൽ ഹോട്ട് ടോപ്പിക്ക് ഇതാണ്. 8 മാർക്കാണ്, അത് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണോ ഈ സിലബസിൽ പറയുന്നത് അത് മാത്രം പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രൂപീകൃതമായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട. ഭരണഘടനാ നാൾ വഴികൾ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അത് പഠിക്കുന്നത് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ തുടങ്ങുന്നത്. നിങ്ങൾ റാങ്ക് ഫയൽ പോലും നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിക്കുക. അതിൽ എത്ര പേരുണ്ടായിരുന്നു? 389 പേരുണ്ടായിരുന്നു. 299 പിന്നെ കുറഞ്ഞു 296 പേര് അതിലുണ്ട്. അതെങ്ങനെയാണ് 292 4 പിന്നെ പ്രിൻസിലി സ്റ്റേറ്റ് 93. ഈ ഒരു കാര്യം കാണാതെ പഠിക്കുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ആമുഖം എന്താണ്, അതിനായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഇത്രയും ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഏകദേശം ആദ്യത്തെ 4 ഭാഗങ്ങൾ തീരെയാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഭേദഗതികൾ. ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ ഭേദഗതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ ഈ 42 44 പിന്നെ ഈ 52 73 74 86 91 ഇത് മാത്രം നിങ്ങൾ പഠിച്ചാലും മതിയാവും. കാരണം ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അതൊന്നും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതൊക്കെയോ പരീക്ഷയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ 93 ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 32 31 അത് ഇമ്പോർട്ടൻ്റ് ഒരു ഭേദഗതിയാണ്. അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. 26 ഓക്കെ. അപ്പോൾ 26 21 അങ്ങനെ കുറച്ച് ഭേദഗതി 24 ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കുക. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ലിസ്റ്റുകൾ ഇനി ഇതിൽ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് ഹോട്ട് ടോപ്പിക് ഇട്ട് തരണമെങ്കിൽ ഇതാ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇതാ പഞ്ചായത്ത് രാജ് ഏറ്റവും ടഫ്. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ നത്തിങ് ടു സ്കിപ്പ്
ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൊത്തത്തിൽ എന്താണ് ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് മാർക്ക് ഡിവിഷൻ നോക്കണം. 3 മാർക്ക് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 3 മാർക്കിന് വേണ്ടി ഇത് മൊത്തവും പഠിച്ചുകൊണ്ടിരുന്ന സമയം കളയേണ്ട എന്നൊരവസ്ഥ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഒന്നാമത്തേതാണ് ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം എന്ന് പറയുന്ന ഏരിയ. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും 1 മാർക്ക് എന്ന് പറയുന്ന കാര്യം ഉറപ്പാണ്. അവിടെ 1 മാർക്ക് കൺഫേം ആയിട്ട് ലഭിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് വീണ്ടും 1 മാർക്കും കൂടെ സ്കോർ ചെയ്യണമെങ്കിൽ പിന്നെയും ഏരിയ ഉണ്ട്. അതാണ് ഈ പറയുന്ന സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം. സ്ത്രീകളെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഒരു പദ്ധതിയോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനോ ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെകഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളാണ്. തൊഴിലുറപ്പും മറ്റ് സ്കീമുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് ഒരുപാടുണ്ട്, ലെങ്തി ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയയാണ് ഈ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയായ സംസ്ഥാന സിവിൽ സർവീസും ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത് നമുക്ക് അല്ലാതെ നമ്മൾ ഭരണഘടനയിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ എത്തുമ്പോൾ പഠിക്കണ്ട, അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ജീവശാസ്ത്രം. ഇതിൽ നിങ്ങൾ പലയിടത്തും സ്കിപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ അതുകൊണ്ട് ഇതിൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന സെക്ഷൻസ് ഒരുപാടുണ്ട്. ഈ 4 മാർക്ക് ഇതിൽ നിന്ന് വരുന്ന സെക്ഷൻസ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് എടുക്കാവുന്ന കാര്യമാണ്. കാരണം 1 എന്ന് പറയുന്നത് കൺഫേം ക്വസ്റ്റ്യനാണ്. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും. വിറ്റാമിൻസിനെ കുറിച്ചും ധാതുക്കളെക്കുറിച്ചുള്ള ഒരു സെക്ഷനുണ്ട്. അതിൽ വിറ്റാമിൻസിനെ കുറിച്ചാണ് 99% ഉള്ളത്. ധാതുക്കളെക്കുറിച്ച് വെറും 1% ഒരു പേജ് അല്ലെങ്കിൽ 1/2 പേജ് പഠിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കൺഫേം 1 മാർക്കായി. ഇനി ആദ്യത്തെ പൊതുശരീരത്തെക്കുറിച്ചുള്ള അറിവ് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. ഇനി അടുത്തത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൺഫേമാണ് 1 മാർക്ക്. അതിൽ തന്നെ ഉൾപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങളും പഠിക്കുക. അതിന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട, കാരണം അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ വേണ്ടി വലുതായിട്ടില്ല. കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് 1 മാർക്കായിട്ട് കൂട്ടാവുന്നതാണ്. ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിൽ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വന്നാലും നിങ്ങൾക്ക് ഏവർക്കും കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. പരിസ്ഥിതി പ്രശ്നം, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അങ്ങനെ 3 മാർക്കിൻ്റെ ടോപ്പിക്കായി. അടുത്തൊരു ടോപ്പിക്കാണ് വില്ലൻ ടോപ്പിക്. ആ വില്ലൻ ടോപ്പിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അത് പഠിക്കണമെങ്കിൽ ആ 1 മാർക്കിന് വേണ്ടി അല്ലെങ്കിൽ 2 മാർക്കിന് വേണ്ടി നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെസ്റ്റ് റെഫർ ചെയ്താൽ കിട്ടും. എന്തായാലും ഈ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് അത്യാവശ്യം ബയോളജി നോളജ് ഉള്ള ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്കും, നോളജ് ഇല്ലാത്ത ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ രോഗകാരികൾ രോഗവും വിറ്റാമിനും പഠിച്ചാൽ തന്നെ 2 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അടുത്തത് ഇത്തിരി പാടാണ്. ഇതിലെനിക്ക് ഹോട്ട് ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിൽ ഫിസിക്സ് അറിയാവുന്നവർ ഇത് പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫിസിക്സിനെ കുറിച്ച് പ്രാഥമിക അവലോകനമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ ഏറ്റവും ലീസ്റ്റ് ടൈം, വളരെ കുറച്ച് ടൈം യൂസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അതിനെക്കുറിച്ച് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ. കാരണം നിങ്ങളുടെ മാർക്ക് അതിന് വേണ്ടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വരുത്താൻ പറ്റത്തില്ല. ഇത്തിരി പാടാണ് ഈ ഒരു ടോപ്പിക്ക്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇത്. യൂണിറ്റും അളവുകളും തോന്നും, അത് കാണാതെ പഠിക്കാനുള്ളതാണ്. കിലോഗ്രാം, ഭാരത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, നീളത്തിൻ്റെത് മീറ്റർ, അങ്ങനെ ഒരു സെക്ഷനുണ്ട്. അതിൽ തന്നെ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. +1 +2 ഫിസിക്സാണ്. അത് കുറച്ച് പാടാണ്. സിമ്പിൾ കൺസെപ്റ്റാണ്. MLT ഇത്രയേ ഉള്ളൂ. അത് പഠിക്കാൻ എളുപ്പമാണ്. ഇത് മാസ്, ഇത് ലെങ്ത്, ഇത് ടൈം. അത് വെച്ച് ഡയമെൻഷൻസ് എഴുതാവുന്ന ഒരു സെക്ഷനാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അടുത്തിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ചലനം. ഇത് പഠിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഇനി ഇതിൽ ഹോട്ട് ടോപ്പിക്കായിട്ട് ചോദിക്കാൻ പറഞ്ഞാൽ ലെൻസ്, ദർപ്പണം, 2F സമവാക്യം വച്ചിട്ട് ഉള്ള ഗണിത പ്രശ്നങ്ങൾ. ഇത് ഞാൻ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് തരാം. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഈ മഴവില്ല്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഈ IR റേസ്, IES ആണ്. IR റേസ്, UV റേസ്, X റേസ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ശബ്ദങ്ങളുടെ പ്രവേഗത്തെക്കുറിച്ചൊരു ചോദ്യമാണെങ്കിൽ ചോദിക്കാം. പിന്നെ അനുരണനം, ആവർത്തന പ്രതിഫലനം, അതൊക്കെ ഇത്തിരി ടഫുള്ള ഏരിയയാണ്. പിന്നെ ഈ ആർക്കിമിഡീസ് തത്വം പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചിരുന്നാൽ കൊള്ളാം. ഇത് ചോദിക്കാൻ പറ്റിയ കാര്യമാണ്. പാസ്കൽ നിയമം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കോഹിഷൻ ബലങ്ങൾ, കേശികത്വം, ഡിസ്കസ് ബലം, പ്രതല ബലം, അത് ഇത്രയും പഠിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഹോട്ട് ടോപ്പിക്കുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അധികം അതിനു വേണ്ടി സമയം കളയുന്നില്ല. ഇനി അടുത്ത ഗുരുത്വാകർഷണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇത് അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം എന്താണെന്ന് പഠിച്ചിരിക്കുക. പിന്നെ ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം വെച്ചിട്ടുള്ള കണക്കുകൾ വേണമെങ്കിൽ ചോദിക്കാം.
പിന്നെ വിവിധതരം തെർമോമീറ്റർ സ്കൂൾ ടെസ്റ്റാണ്, ചോദിക്കാം തെർമോമീറ്ററിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രവൃത്തി വച്ചിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ, എന്താണ് പ്രവൃത്തി, അതൊക്കെ ഒന്ന് പഠിക്കണം. ഉത്തോലകങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റിയ ഏരിയയാണ്. വിവിധതരം ഉത്തോലങ്ങളെക്കുറിച്ചുള്ള ഏരിയ കാണാൻ പഠിക്കുന്ന ഏരിയയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഹോട്ട് ടോപ്പിക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് പോയാൽ ഏറ്റവും മിനിമം 1 മാർക്ക് കിട്ടും. കുറച്ച് ഐഡിയ ഉള്ള ആൾക്ക് 2 മാർക്ക് കിട്ടും. 3 മാർക്ക് വാങ്ങാൻ പാടാണ് കേട്ടോ. ഫിസിക്സ് കാരണം സാധാരണ ഇത്തിരി കട്ടിയായിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ രസതന്ത്രം, ഇത് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. കാര്യം പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ ഈ സിലബസ് കണ്ടെത്തി ചെറുതായിട്ടാണ് തോന്നുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. മൂലകങ്ങളും ആവർത്തന പട്ടിക എന്ന് പറയുന്ന ഏരിയകളാണ്. ഇവിടെ നിന്ന് 1 മാർക്ക്, ഇവിടെ നിന്ന് 1 മാർക്ക്, ഇവിടെ നിന്ന് 1 മാർക്ക്, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇതിൽ പിന്നെ ഒരു അക്വറേജിയ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ വാതക നിയമങ്ങൾ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ആസിഡും ആൽക്കരിയും pH മൂല്യം, പിന്നെ ഇവിടെ ലോകസങ്കരങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫോട്ടോ ടോപ്പിക്കായിട്ട് താല്പര്യപ്പെടുന്നു പറയാൻ വേണ്ടിയിട്ട്. കലാ, കായികം, സാംസ്കാരികം 4 മാർക്കാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റിയ ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് പറയാം. ഈ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഈ സ്പോർട്സ് ഒന്ന് പഠിച്ചിരിക്കാൻ പറ്റിയ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ തന്നെ ഏത് ഏരിയ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയ കാര്യങ്ങളെന്ന് വെച്ചാൽ അതായത് ട്രോഫികൾ, ഇന്ന ട്രോഫികൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കളിക്കാരുടെ എണ്ണം, ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഇന്ന് കാണാതെ പഠിച്ചിരിക്കാം. ഒളിമ്പിക്സ് ഇത്തിരി വൈഡ് ഏരിയയാണ്, പറ്റുമെങ്കിൽ പഠിക്കാം. ഇത് ഇപ്പം ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഈ അടുത്തിടെ ശ്രദ്ധിച്ച ഒരു ഏരിയ എന്ത്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ ശ്രമിക്കണം. ദേശീയ ഗെയിംസൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണ്, കാരണം അതൊക്കെ കറണ്ട് അഫെയർ ടോപ്പിക്കായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഇവിടെ സാഹിത്യത്തിൽ നിന്ന് വരാൻ പറ്റിയ ഒരു ഏരിയ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആൾക്കാരെ കുറിച്ചൊരു കാര്യം പഠിച്ച് 8ാമത്തെ ടോപ്പിക്കൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വീഴാൻ സാധ്യതയുണ്ട്. ബാക്കിയൊന്നും നമുക്ക് കാണാൻ അങ്ങനെ പഠിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ പഠിച്ച് ഈ കൃതികളും ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മലയാളം SCRT മലയാളം ഒന്ന് ഫോക്കസ് ചെയ്താൽ കിട്ടും. അത് നിങ്ങൾക്ക് അല്ലാതെ മലയാളത്തിൽ എന്താണ് 10 മാർക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്, അതിൽ നിന്ന് ഉപയോഗപ്പെടാം. അപ്പോൾ അതിൽ ജ്ഞാനപീഠമാണ് ഞാൻ ഹോട്ട് ടോപ്പിക്കായിട്ട് പറയപ്പെടാൻ താല്പര്യപ്പെടുന്നു. ആനുകാലിക വിഷയം, ഈ ആനുകാലിക എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അങ്ങനെ മായാചാരമൊന്നുമില്ല. CA പഠിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എന്നാണ് നിങ്ങളെ പരീക്ഷയെങ്കിൽ 2 മാസം മുമ്പ്, 2 മാസം വരെയുള്ള ന്യൂസ് പേപ്പർ പഠിക്കുക. അതായത് ഇന്ന് തൊട്ടേ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ച് നോക്കുക. അതിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് നോക്കിയപ്പോൾ ഈ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ കറണ്ട് അഫെയർസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെലിഗ്രാം ചാനലുകളുണ്ട്. കാണാതെ പഠിച്ചെടുക്കുക. 10 മാർക്ക് വാങ്ങണതിനും പാടാണ്. നല്ലൊരു 5 മാർക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ 5 to 8 മാർക്കൊക്കെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു പഠിച്ച് താല്പര്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉറപ്പായിട്ട് വീഴാവുന്ന ക്വസ്റ്റ്യൻസാണ്. അത് ടഫായി കഴിഞ്ഞാൽ ആ കറണ്ട് അഫെയർ പഠിക്കുന്നവർക്ക് വളരെയധികം റാങ്ക് മേക്കറായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. ഈ ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതിന് ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ GK എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഭരണഘടന, അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. പ്രധാനപ്പെട്ട അവാർഡുകൾ അതൊക്കെ സാഹിത്യത്തിൽ വരില്ലേ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒരു അസുഖങ്ങൾ, മെഡിക്കൽ ഫീൽഡിലുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ വരും. അത് ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു പരീക്ഷയ്ക്ക് 2 മാസം മുമ്പ് ഒരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുക. ഇത് ഇന്ന് പഴയത് തപ്പി കറങ്ങണ്ട, ഇന്നേ ഉള്ള പത്രം വായിച്ചെന്ന് പോവുക. പരീക്ഷയ്ക്ക് 2 മാസം വരെ പത്രം വായിക്കുക. പിന്നെ കറണ്ട് അഫെയർ ഒരു കുട്ടിക്ക് മാർക്ക് നേടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ പത്രം വായന തന്നെയാണ്. കാരണം ഒരു പരീക്ഷയെ ഫോക്കസ് ചെയ്ത് മാത്രമായിട്ട് പഠിക്കുന്ന ആൾ റെയറായിരിക്കും. പരീക്ഷകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ പോലീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ASM കാണും, അതിനുശേഷം ഡിഗ്രി മെയിൻസുകൾ കാണും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും അത് ഉപയോഗപ്പെടും. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്കാണ് ഈ കറണ്ട് അഫെയറിലൊക്കെ വളരെയധികം പ്രാവീണ്യം നേടാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയില്ല കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ വട്ടപ്പൂജയായി പോകും. പരീക്ഷയ്ക്ക് 10 മാർക്കൊക്കെ പോകും. 50 ആയിരിക്കും കട്ട് ഓഫ്. നമുക്ക് 50 മാർക്കേ കിട്ടുള്ളൂ. കറണ്ട് അഫെയറും കൂടെ അറിയാമെങ്കിൽ 56 മാർക്ക് കിട്ടിപ്പോകാൻ ആ ഒരു അവസ്ഥയിലൊക്കെ ആയിപ്പോകും. ഗണിതം 5 മാർക്ക് വരുന്നത് ഇവിടെ നിന്നും 5 മാർക്ക് ഇവിടെ നിന്നും വേണം അമ്മമാർ പറയണം. ചിലപ്പോൾ അങ്ങനെയൊന്നുമല്ല 6, 4 ആയിട്ടൊക്കെ ചോദിക്കാം. ഇതിലുള്ള ഹോട്ട് ടോപ്പിക്കുകൾ ഇതൊന്ന് അടിവരയിട്ട് പോവാം. ഹോട്ട് ടോപ്പിക്കൾക്ക് കുറച്ച് അടിവര ഞാൻ ഒരു സപ്പോർട്ട് തരാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും വരാൻ സാധ്യതയുള്ളതാണ്. അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് തന്നെ കൊടുക്കാം, വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. പിന്നെ സംഖ്യകളും ദശാംശസംഖ്യകളും വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. ശതമാനം കൺഫേമാണ്, ലാഭവും നഷ്ടവും വരും, പലിശ കൺഫേം, അംശബന്ധം കൺഫേം, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സമയം ദൂരം ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല.
ഇതാ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒന്നും സ്കിപ്പ് ചെയ്യാൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇത് എവിടെ നിന്ന് വേണമെങ്കിലും വരാടെ, ഇത് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റൂല കേട്ടോ. ഇത് കൺഫേം ഏരിയയാണ്, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഉറപ്പായും ചോദിക്കുന്ന, ഉറപ്പിച്ച് പറയാവുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയുക. 5 എണ്ണത്തിൽ ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഐഡിയ ആയിട്ട് പറഞ്ഞുതരാം. ഈ പലിശ 100% ചോദിക്കും, കൺഫേം ചോദിക്കും. പ്രോഗ്രഷൻ കൺഫേം ചോദിക്കും. ബാക്കി 3 എണ്ണം ഇതിൽ ഏത് വേണോ വരാം, ഞാൻ അത് ഉറപ്പിച്ചു. സാധാരണ പോലീസ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ജാമിതീയ രൂപങ്ങളും ചുറ്റളവും വിസ്തീർണവും വ്യാപ്തവും, അത്യാവശ്യം വൃത്തസ്തൂപിക, പിരമിഡ്, സിലിണ്ടർ, ക്യൂബ്, ഗോളം, ഇതിൻ്റെയൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കോണൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കോണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, അതൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇത് 10 മാർക്ക് വാങ്ങണമെങ്കിൽ ഇതൊന്നും നല്ലപോലെ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും, റീസണിങ് സെക്ഷൻ അല്ലേ, മെൻ്റൽ എബിലിറ്റിയും റീസണിങ് സെക്ഷനും. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശ്രേണികൾ കൺഫേമാണ്. ഇത് കൺഫേമാണ്. കാരണം ബോർഡ് മാസ് ചോദിക്കും, സ്ഥാനനിർണ്ണയം ഉറപ്പായും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. സമാന ബന്ധങ്ങൾ ചോദിക്കാറുണ്ട്, വേണമെങ്കിൽ ചോദിക്കാറില്ല. ഒറ്റയാന കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. കോഡിങ്ങും ഡീകോഡും മറ്റേ ABCD എഴുതിയിട്ട് ചെയ്യുന്നത്. കുടുംബ ബന്ധങ്ങൾ അതും കൺഫേമാണ്. ക്ലോക്ക് കൺഫേമാണ് കേട്ടോ. ക്ലോക്ക് ഇത് 2 ഒരെണ്ണേ ചോദിക്കുള്ളൂ. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണേ ചോദിക്കുള്ളൂ, ഉറപ്പാണ്. കലണ്ടർ കൺഫേമാണ്. ദിശാവബോധം ഇത് ഉറപ്പാണ്, ഈ സാധനമൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഇതിൽ ഒന്നും അത്യാവശ്യം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഈ 13. കാരണം അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇതിനു വേണ്ടി നിങ്ങൾ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഐഡിയാസ് ഞാൻ തരാം. ഇത് ടഫാണ്. ക്വസ്റ്റ്യൻ ടാഗ്, ഇത് കൺഫേം ഏരിയയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. ആർട്ടിക്കിൾസ് അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. ഓക്കെ അല്ലേ? ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് ഇത് കൺഫേമാണ്. പ്രപ്പോസിഷൻ ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കണ്ടീഷൻ ക്ലോസസ് ചോദിക്കാറുണ്ട്. ഇവിടെ ഈ ആക്റ്റീവ് പാസീവ് ഇത് കൺഫേമാണ്. അപ്പോൾ തന്നെ 5 മാർക്കായി ഞാൻ പറഞ്ഞു. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പോലീസ് പരീക്ഷിക്കുന്നു അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാം. കാരണം ഡിഗ്രി പരീക്ഷിക്കാൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചോദിക്കാറ്. വൊക്കാബുലറി എന്നൊന്നും പറഞ്ഞ് മാർക്ക് വാങ്ങാൻ, അങ്ങനെ ഡെഫിനറ്റായിട്ട് പറഞ്ഞ് മാർക്ക് വാങ്ങാനുള്ള ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പാടാണ്. കാരണം ഒന്നാമത്തെ കേസ് ഈ സിംഗുലർ പ്ലൂറൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ചേഞ്ച് ഓഫ് ജെൻഡർ, പിന്നെ കളക്റ്റീവ് നൗൺസ് അതിൽ സാധാരണ ചോദിക്കാറുള്ളത് പ്രധാനമായിട്ടും. ഓക്കെ, പിന്നെ സിനോണിം ആൻറ്റോണിം ഇതിൽ വീണ്ടും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ 3 കാര്യത്തിനും കൂടെ 1 മാർക്കിനെ ചോദിക്കുള്ളൂ. കോമ്പൗണ്ട് വേർഡൊക്കെ ചോദിക്കാറുണ്ട്. കോമ്പൗണ്ട് വേർഡ് ഇപ്പം തന്നെ പഠിച്ചോ, അത് സിമ്പിളാണ്. എന്താണ്, 2 വാക്കുകൾ ചേർന്ന് ഒറ്റ വാക്കായിട്ട് തന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കീബോർഡ് അത് കോമ്പൗണ്ട് വേർഡാണ്. കാരണം കീ എന്ന് പറയുന്ന വാക്കുമുണ്ട്, ബോർഡ് എന്ന് പറയുന്ന വാക്കുമുണ്ട്. 2 അർത്ഥമാണ്, പക്ഷേ അത് ഒറ്റ വാർഡായിട്ടാണ് ചോദിക്കുന്നത്. അത് സിമ്പിൾ. ഇപ്പോൾ ഈ ഒരു സിലബസ് വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് ഈ ഫോറിൻ ഫ്രൈസസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫ്രൈസൽ വെർബ് അത് നിങ്ങൾ PYക്ക് പഴയതൊന്നും തിരക്കി പോകണ്ട, റീസെൻറ്റ് പഠിച്ചാൽ മതി. ഇപ്പോൾ അടുത്തിടെ നടന്ന ഒരു 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഇഡിയംസ് കൺഫേമാണ്. ഈ ഒരു 3 കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ഓർഡിനറി സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടിയ ഭാഗ്യം, ഉറപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. മലയാളത്തിൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ പറഞ്ഞുതരാം. പദശുദ്ധി, വാക്യശുദ്ധി ഇതിൽ 1 എണ്ണേ ചോദിക്കും. പരിഭാഷപ്പെടുത്താൻ വേണമെങ്കിൽ ചോദിക്കും, ഉറപ്പില്ല. ഒറ്റപ്പദം കൺഫേമാണ്, 2ാമത്തെ മാർക്കായേ. പര്യായം വിപരീതം ഇതിൽ 1 എണ്ണം ചോദിക്കും, 3ാമത്തെ മാർക്കായി. ശൈലികൾ പഴഞ്ചൊല്ലി ചോദിക്കും, 4 മാർക്കായി. സമാന പദം പിന്നെ ഞാൻ നോക്കണ്ട, ചേർത്തെഴുത്തുക അല്ലെങ്കിൽ പിരിച്ചെഴുത്തുക അതിനൊരു സാധനം ചോദിക്കും, 5 മാർക്കായി. സ്ത്രീലിംഗം പുല്ലിംഗം പഠിച്ചോണം, 5 മാർക്കായി. പിന്നെ ഘടകപദം അത് വേണമെങ്കിൽ ചോദിക്കാം. ഈ 5 മാർക്കിന് ചിലപ്പോൾ ഒന്നും കൂടെയൊക്കെ ചോദിച്ചൊരു 6-7 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പറയാനൊന്നുമില്ല. അതായത് ഇത് വേറെ ഒന്നുമില്ല. അതായത് ഇതിൽ എന്തൊക്കെ പറയുന്നു, ഈ BNSSൽ ഏതൊക്കെ സെക്ഷൻ പറയുന്നു അതെല്ലാം പഠിച്ചിട്ട് പോകണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു സിലബസ് മാത്രം കാണാതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ 138 എന്താണെന്നെങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു 4 മാർക്കിൻ്റെ ഒരു 2 മാർക്കാ 3 മാർക്കാ കിട്ടും.
അതേപോലെ നാഗരിക് സുരക്ഷ, ഇതൊരു ബുക്ക് വാങ്ങിച്ച് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മീഡിയ ആണോ അത് വെച്ച് ഫോളോ ചെയ്യുക. അതേപോലെ BN എന്താണ് CRPCയിലെ പുതിയ സാധനം BNSS, അത് 3 മാർക്കുണ്ട്, അത് ഒരുപാടുണ്ട്. അത് നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതെ അതെല്ലാം എന്താണ് ഇതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു 2 മാർക്കെങ്കിലും ആ 3 കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഇത് അത്യാവശ്യം കുറച്ചേ ഉള്ളൂ, ഇത് ഈ 2 മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, കളയരുത്. പിന്നെ നിങ്ങൾ കേരള പോലീസ് ആക്ട്, അത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും 3 മാർക്ക് നേടാൻ പറ്റും. അതിൽ വേറെ വലിയ മാർക്ക് സ്കിപ്പ് ആവണ ഏരിയ അല്ല. ഈ NDPS ആക്ട്, ഇതും 2 മാർക്കും നേടാൻ പറ്റും. ചിലരൊക്കെ എക്സൈസിലും പഠിക്കുകയാണെങ്കിൽ അത് വരും. പിന്നെ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചാലും ഈ NDPS ആക്റ്റും ഫോഴ്സിൽ അത്യാവശ്യം. പിന്നെ എന്താണ് സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോയും, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ ഇതിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ കൂടാതെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം വരും. കാരണം കുറേ നാളായി ഈ സിലബസ് വന്നിട്ട്. പിന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് എല്ലാ പരീക്ഷയ്ക്കും ഉപകാരമുള്ള കാര്യമാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു മാർക്ക് വാങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഐഡിയപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഈ ഒരു GK നമുക്ക് അറിയാം, 50 മാർക്കിന് GK സെക്ഷനിൽ ചോദിക്കും. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷും കൂടെ 50 അല്ലേ. അങ്ങനെ ഈ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ കറണ്ട് അഫെയറും ഒക്കെ ഒന്ന് നല്ലപോലെ പഠിച്ച് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 30 മാർക്ക് മിനിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തായാലും 20ൽ ഒരു 15 മാർക്ക് ഏറ്റവും കുറഞ്ഞത് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ മറ്റേ 25 മാർക്ക്, അങ്ങനെ ഒരു 35 മാർക്ക് ഇതിൽ ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 മാർക്ക് വാങ്ങിയാൽ ഇവിടെയും സേഫ് ആയി കഴിഞ്ഞാൽ 60 മാർക്ക് ഒരു കിടക്കാച്ചി റാങ്കിൽ കയറാം, ജോലി കയറാം.